സ്തുതിമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാൾക്ക് ശേഷം ഈ ദൈവസഭയിൽ കടന്നു വന്ന് ഉള്ള ദൈവമക്കൾ ഒരുമിച്ച് വലിയനായ ദൈവത്തെ ആരാധിക്കുവാൻ സംഘത്തിലെ ദൈവം ഒരവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ ബന്ധപ്പെടുത്തുന്നു. നമുക്ക് 115 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 115 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ഇതിന്റെ മറ്റൊരു ഭാഗം 135 സങ്കീർത്തനത്തില് മറ്റൊരു വാക്യം നമുക്ക് ചേർത്ത് വായിക്കാം. 135 സങ്കീർത്തനം അതിലെ 4 വാക്യങ്ങൾ. യഹോവ യാക്കോബിനെ തനിക്കായും ഇസ്രായേലിനെ തന്റെ നിശ്ചയമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരുടെ ശ്രേഷ്ഠൻ എന്നും ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിന്റെ സർവാധികാരത്തിൽപ്പെട്ട കാര്യമാണ് നാം ഇപ്പോൾ വായിച്ചത്. അവിടെ സംഗീതം പറയുകയാണ്, ഇസ്രായേലിനെ തനിക്ക് നിക്ഷേപമായിട്ടും യാക്കോബിനെ തനിക്കായിട്ടും തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ സർവ വല്ലഭത്വം, ദൈവത്തിന്റെ സർവ അധികാരം അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ നാം വായിച്ചു, അത് തന്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്. താൻ തനിക്കിഷ്ടമുള്ളതൊക്കെയുമാണ് ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ സർവ്വ അധികാരത്തിൽപ്പെട്ട കാര്യമായിട്ടാണ് നാം ഇവിടെ വായിക്കുവാനായിട്ട് ഇടവന്നത്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഒന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സർവ്വാധികാരം, നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്, നമുക്കൊരു വാക്യം ഇതിനോട് ചേർത്ത് വായിക്കാം. നമ്മൾക്ക് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു. നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുമ്പോൾ, നമ്മുടെ ദൈവത്തെ നാം മഹത്വപ്പെടുത്താൻ കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സർവ്വാധികാരത്തിൽ ഇസ്രായേലിനെ തനിക്ക് നിശ്ചയമായിട്ട് സ്വീകരിച്ചുവെങ്കിൽ, ഇസ്രായേലിനെ തന്നെ ജനമായിട്ട് അംഗീകരിച്ചുവെങ്കിൽ, അവിടുത്തെ ഇഷ്ടം എന്ന് പറയുന്നത് നാം ഇന്ന് അത് നിമിത്തം ഇസ്രായേലിന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് അനേക കാരണങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. കാരണം ഇസ്രായേലിനെ അവിടെ നിക്ഷേപമായിട്ട്, ഇസ്രായേലിനെ അവിടുത്തെ മക്കളായിട്ട്, സ്വന്തജനമായിട്ട് ദൈവം തിരഞ്ഞെടുത്തു. എന്നാൽ നാം ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യം, നമ്മളെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ ഇഷ്ടത്തിൽ, ആ സർവ്വാധികാരത്തിൽ നമ്മളെയും അവിടുന്ന് കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വായിച്ചത്, ആ ഇഷ്ടത്താൽ തന്റെ സ്വപുത്രനെ തകർത്തു കളയുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടം തോന്നി. നാം എത്രമാത്രം നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതിയാകും, നാം എത്രമാത്രം നമ്മുടെ ദൈവത്തെ ആരാധിച്ചാൽ മതിയാകും. ആ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ അവിടുന്ന് നമ്മെ അവിടുത്തെ മക്കളാക്കി തീർക്കുവാനായിട്ട് അവിടെ ഇഷ്ടം തോന്നിയപ്പോൾ തന്റെ സ്വപുത്രനെ തകർത്ത് കളയുവാനായിട്ട് അവിടത്തേക്ക് ഇഷ്ടം തോന്നി. അതുമാത്രം നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില നന്മകളെ കുറിച്ച് നമുക്ക് എബ്രായ ലേഖനം നമുക്ക് വായിക്കാൻ സാധിക്കും. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തില് അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പാപാവസ്ഥയെ കണ്ടപ്പോൾ, നിത്യമായ നരകത്തിന് അവകാശികളായി നാം നിത്യ നരകത്തിലേക്ക് പോകട്ടെ നമ്മളെ കണ്ടപ്പോൾ, അവിടുത്തെ മഹാകരുണയും അവിടുത്തെ മഹാസ്നേഹവും നമ്മളോട് പ്രദർശിപ്പിച്ചപ്പോൾ, നമ്മളോട് നേട്ടം തോന്നിയപ്പോൾ അവിടുത്തെ സ്വപുത്രനെ തകർത്ത് കളയുവാനായിട്ട് ഇഷ്ടം തോന്നി. ആ ഇഷ്ടത്താൽ തന്റെ സ്വപുത്രൻ അവിടെ പറയുകയാണ്, ദൈവമേ നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യുവാനായിട്ട് ഞാൻ വരുന്നില്ല. 10-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ ഇഷ്ടത്താൽ, ദൈവത്തിന്റെ ആ ഇഷ്ടത്താൽ, നമ്മളോട് തോന്നിയ ആ വലിയ കരുണയാൽ, നമ്മൾ തോന്നിയ ആ വലിയ സ്നേഹത്താൽ, ആ ഇഷ്ടത്താൽ 10-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നമുക്ക് ദൈവസന്നിധി കടന്നു വന്നിട്ട് വിശദീകരിക്കപ്പെട്ട നമ്മൾക്ക് വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അവിടുത്തെ നമ്മളോട് മഹാകരുണ കാണിച്ചു, അവിടുത്തെ മഹാസ്നേഹം നമ്മളോട് കാണിച്ചു, അവിടുത്തെ പരമാധികാരത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അവിടുത്തെ മക്കളാക്കി തീർത്തു. നമുക്ക് വളരെ സന്തോഷത്തോടെ, വളരെ സമാധാനത്തോടെ, അവിടുത്തെ ജീവിതം വലിയ പ്രത്യാശയോടെ ഈ ഉന്നതനായ ദൈവത്തെ, ഈ മഹത്വസമ്പൂർണ്ണമായ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ, നമുക്ക് മുഖത്തപ്പെടുത്തുവാൻ അവർ നമുക്ക് കൃപയോർക്കുമ്പോൾ ആ ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും, ആ ദൈവത്തെ എത്ര മുഖത്തിന് മതിയാകും, അവിടെ എത്ര ആരാധിച്ചാൽ മതിയാകും. അതുകൊണ്ട് നമ്മൾ വിശദീകരിച്ച, നമ്മെ നീതീകരിച്ച, നമ്മെ അവിടെ മക്കളാക്കി തീർത്ത, നമ്മെ സ്വർഗത്തിലെത്തിയ ആ ദൈവത്തെ ഇന്ന് പ്രഭാതമുള്ള സകല സ്തുതിയും സ്തോത്രവും മാനവും മഹത്വം കുറിച്ചെല്ലാം സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാം, മുഖത്തപ്പെടുത്താം. അവിടെ നാം നീക്കും മറ്റുള്ളവരാണ്.